നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി പകരം രമേശ് പിഷാരടി എത്തി. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. സാറേ, ഇപ്പോൾ പൊതുവായിട്ടുള്ളൊരു സ്ഥിതി സാറ് ഈ പാലക്കാട് നോക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? പാലക്കാട് ഇപ്പോൾ ഏറ്റവും സുവർണാവസരമായിട്ട് വന്നിരിക്കുന്നത് BJPക്കാണ്. ഇത്തവണ അത് വിജയിക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നമ്മുടെ കണക്ക് കൂട്ടലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അനുകൂല ഘടകങ്ങൾ ധാരാളമാണ്. ഒന്നൊരു ഭരണവിരുദ്ധ വികാരം നമ്മൾ 140 മണ്ഡലങ്ങളിലും പറയുന്നുണ്ട്. ഇവിടെ പാലക്കാട് നമ്മൾ കണ്ടത് വേറൊരു രാഷ്ട്രീയം കൂടിയാണ്. ഷാഫി പറമ്പിലിൻ്റെ വടകരയിലേക്കുള്ള പോക്കിലൂടെ പിന്നീട് വന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിനകത്തുയർത്തിയ പ്രശ്നങ്ങൾ അല്ലേ, പാർട്ടിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കി തീർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മത്സരിക്കാനും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചു മത്സരിക്കുമെന്നൊക്കെ കരുതി, പക്ഷെ അതിലേക്കൊന്നും പോയിട്ടില്ല. ഷാഫി പറമ്പില് ഏതാണ്ട് 3800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2021 വിജയിച്ചത്. അന്ന് നേരിട്ടത് ശ്രീധരനോടാണ്, മെട്രോമാൻ. സംഭവം മാറുന്നത് അത് പിന്നെ മുസ്ലിം മേഖലയാണ്. പക്ഷെ എന്നിട്ടും ഷാഫിയുടെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? 17,483 വോട്ട് ഉണ്ടായിരുന്നതാണ് 3,859 താണു. ഈ 17,000 എന്ന് പറയുന്നത് 2016 അന്ന് കൃഷ്ണകുമാറാണ് എതിരിട്ടത് അല്ലേ? അന്നും BJP ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെ 16 വന്നിട്ട് CPM-ന്റെ സ്ഥാനാർത്ഥി അവിടെ ഇദ്ദേഹമാണ്, കൃഷ്ണദാസാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരിടമായി മാറുകയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇട്ടുകൊടുത്താൽ അതിന്റെ പേര് പറഞ്ഞ് കുറെ ആൾക്കാർ BJPക്ക് കയറി വോട്ട് ചെയ്ത് കളയും എന്നുള്ളൊരു ധാരണയാണ്. എന്താണ് ഇതിന്റെ പിന്നിൽ? ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് ഒരു പേയ്മെന്റ് സീറ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്, CPM-ന്റെ. അങ്ങനെയാണ് ആ വ്യവസായ പ്രമുഖനെ ഇറക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് CPM-ന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട് ഇല്ലല്ലോ. ഷാഫി പറമ്പിലിന്റെ കൂടെയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ ഇതെന്തായാലും CPM വലിയ ഒരു തന്ത്രം ഉപയോഗിച്ച് നോക്കുകയാണ്. ഈ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് മൊത്തമായി ഇങ്ങ് ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലൂടെ നിന്നത് കൊണ്ടാണ് ഈ മുസ്ലിം വോട്ടുകളെല്ലാം അങ്ങോട്ട് പോയത് എന്നൊരു ധാരണ LDF ഉണ്ടാവുകയും LDF അതിനൊരു പരീക്ഷണം നടത്തിയിട്ടാണ് എൻ്റെ ഒരു തോന്നൽ. പേയ്മെന്റ് സീറ്റ് എന്നതിനെ കുറിച്ച് സാറിപ്പം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഐഡിയ വരുന്നത്. വലിയ ബിസിനസ്മാനാണ്, കോൺഗ്രസിന്റെ കൂടെ നടന്ന ആളാണ്, പെട്ടെന്ന് ഇദ്ദേഹത്തെ എങ്ങനെ കൊണ്ടുവന്നുള്ളത്. അപ്പൊ എനിക്കൊന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും പിരിയാരിയിലാണ്. പിരിയാരി മുസ്ലിം മേഖലയാണ്. അപ്പോൾ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ട് 10,840 ഉയർത്തിയത് ആ പിരിയാരിയിലെ വോട്ട് എണ്ണിയപ്പോഴാണ്. അപ്പൊ ഇത് പിരിയാരിയിലെ വോട്ടുകളെ എങ്ങനെ തിരിക്കാം എന്നുള്ളതാണ് ഇപ്പം. അതിനായിരിക്കാം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ LDF ഇട്ടത് എന്നാണ് എന്റെ ഒരു തോന്നൽ. അല്ല, ഈ മുസ്ലിം വോട്ട് കോൺഗ്രസിനും കിട്ടത്തില്ലേ, അതുപോലെ തന്നെ ഇവർക്ക് ഒരു പേര് വെച്ചിട്ട് അങ്ങനെ കുറെ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഒരു കരുതത്തില്ല. അല്ല, BJPക്ക് കിട്ടത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മുസ്ലിം വോട്ടിൽ BJPയിലോട്ട് ചാഞ്ഞിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും. ഇപ്പൊ ക്രൈസ്തവ വോട്ടുകളിൽ മാറ്റം വന്നിട്ടില്ലേ? കോൺഗ്രസിൽ അല്ലായിരുന്ന ഒരു കാലത്ത് പൊക്കൊണ്ടിരുന്നത്, അതിന് മാറ്റം സംഭവിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പിന്നെ ഇവിടെ മത്സരിക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്നും കൂടെ നമ്മൾ നോക്കണം. ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ടാണ് ആ മണ്ഡലം ഇപ്പോൾ സ്റ്റാർ മണ്ഡലമായിട്ട് തീർന്നിരിക്കുന്നത്. കാരണം ശോഭാ സുരേന്ദ്രനെ 2016 പാലക്കാട് മത്സരിച്ചു. അപ്പോൾ ശോഭാ സുരേന്ദ്രന് കിട്ടിയത് 40,000-ലധികം വോട്ട്. 2011 മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 20,000 വോട്ട് മാത്രമാണ്. അപ്പോൾ 16 വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ അതിനെ ഇരട്ടിപ്പിച്ചു. അത് നോക്കണം. അത് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനകത്തുള്ള മാജിക് എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രന് അത്തരത്തിലുള്ളൊരു വൈബാണ്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ആലപ്പുഴയിൽ എല്ലാ ഇടങ്ങളിലും ശോഭാ സുരേന്ദ്രൻ ചെന്ന് പ്രധാനമന്ത്രിയുടെ ഓരോ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതായത് അവിടുത്തെ സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ പെൺമക്കളെ പഠിപ്പിച്ചു
വലുതാക്കുക, നിങ്ങൾ പഠിപ്പിച്ചുകൊള്ളൂ. ഉപരിപഠനത്തിന് പ്രധാനമന്ത്രിയുടെ പലതരത്തിലുള്ള വായ്പാ പദ്ധതികളുമുണ്ട്, പലിശരഹിത വായ്പാ പദ്ധതികൾ. ഇതൊന്നും എല്ലാവർക്കും അറിഞ്ഞുകൂടാ. പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ഇല്ലേ, വായ്പാ പദ്ധതികൾ. ഇപ്പോൾ ആവാസ് യോജന, മുദ്രാ ലോണ്, അതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടക്കാർക്ക് ഇവർക്കൊക്കെ സബ്സിഡിയോട് കൂടിയിട്ടുള്ള വായ്പയുണ്ട്. ആ വായ്പയെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇപ്പം ഇത് ഏതെങ്കിലും ആരെങ്കിലും കേട്ടിട്ട് നേരെ ബാങ്കിൽ ചെന്ന് ചോദിച്ചാലോ, ബാങ്കുകാർ അതിനെ നിരുത്സാഹപ്പെടുത്തത്തേ ഉള്ളൂ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇത് വ്യക്തമായി കാര്യങ്ങൾ അവിടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ വീട് വയ്ക്കൂ, അതിന് വേണ്ടതായ സൗകര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ നിന്ന് വായ്പയായിട്ട് ഞങ്ങൾ വാങ്ങിച്ചു തരും എന്നാണ് പറഞ്ഞത്. പലിശരഹിത വായ്പ എന്നാണ്. ഇത് മറ്റ് BJP നേതാക്കന്മാർക്ക് കഴിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാസ്മരിക ശക്തിയുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത്? എല്ലായിടത്തും BJPയുടെ വേരോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്ന് ചോദിച്ചാൽ ഇപ്പം ആറ്റിങ്ങൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു, അവിടെ അവർക്ക് ദോഷം ചെയ്തില്ല സാറേ. അവർ ശരിയായിട്ട് അവിടെ തന്നെ നിന്ന് അവരോട് ജനങ്ങളോടൊപ്പം തീർന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ സാറ് പറയുന്ന കാര്യം, ആ വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മളിപ്പോ കൊണ്ടുവന്ന് അവരെ കാണിച്ചപ്പം അവർക്ക് മണ്ഡലം ഉറപ്പിക്കാനല്ലേ നോക്കണം, അവരുടെ രാഷ്ട്രീയ ഭാവിയെ നശിപ്പിക്കുന്നില്ലേ? അല്ല, ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് കേട്ടോ. അതായത് അവിടെ പോയി ആറ്റിങ്ങൽ വന്ന് ഈ BJPക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള ഒരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി. ആലപ്പുഴയിൽ ഇളക്കി മറിച്ചില്ലേ, 3 ലക്ഷം വോട്ടാണ് നേടിയത്, ചില്ലറയല്ല. KC വേണുഗോപാലും ആരിഫിനെയും വിറപ്പിച്ച് കളഞ്ഞില്ലേ, 3 ലക്ഷം വോട്ട് BJP. അതിനു മുമ്പ് മത്സരിച്ച ഡോക്ടർ KS രാധാകൃഷ്ണൻ പിടിച്ച വോട്ടെന്ന് പറയുന്നത്, അതായത് 2019 1.25 ലക്ഷം വോട്ട് മാത്രമായിരുന്നു. എവിടെ പോയി? ഇരട്ടിയിൽ കൂടുതലായില്ലേ? അപ്പം ഇതാണ് ശോഭാ സുരേന്ദ്രൻ. ഞാൻ നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് കടന്നു വന്നാലേ, ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു സാറിന്റെ വർത്താനം കേട്ട് സാറിന് BJP ജയിക്കുന്നത് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നു. അല്ല, ഞാനെന്നറിയാമോ, ഈ ശോഭാ സുരേന്ദ്രനെ ജയിച്ച് നിയമസഭയിൽ വന്നിരിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കാറുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരു സൈഡിലെ KK രമ, ഇപ്പം ഞാൻ BJPക്ക് മാത്രം അനുകൂലമായിട്ട് പറയുന്നില്ല, KK രമയും നിയമസഭയിൽ വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും KK രമയും പിന്നെ ശോഭാ സുരേന്ദ്രനും പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ ഒരു അസംബ്ലിയിൽ ഇതായിരിക്കും. ഈ KK രമ എഴുന്നേൽക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ നെഞ്ചിടിക്കുകയാണല്ലോ ചെയ്യുന്നത് പലപ്പോഴും. നമ്മൾ ഇനി പറഞ്ഞാല് ഇപ്പം BJPക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിലേക്ക് തന്നെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 18,840 വോട്ടിനാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചത്. അപ്പോൾ ഈ 18,840 വോട്ട് എങ്ങനെ പിടിക്കും എന്നുള്ളത് ചോദിക്കുമ്പോൾ, ഈ കോൺഗ്രസിന് പണ്ട് കിട്ടിയ മുസ്ലിംസിന്റെ വോട്ടുകൾ അത് CPM-ലേക്ക് വന്നാൽ, അത് LDF-ലേക്ക് വന്നാൽ അത് അവരുടെ ഗ്രാഫിനെ കുറച്ച് താക്കുകയും BJPയുടെ വോട്ട് ഇതിനൊന്നും ബാധിക്കാതെ അങ്ങനെ തന്നെ ആ സ്റ്റഡിയായിട്ട് നിർത്താനും കഴിഞ്ഞാൽ പോലും, ഇനിയും ഇവരുടെ മാസ്മരിക വോട്ടുകളല്ലാതെ ഇവർക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ മാത്രം അവിടെ നിർത്താൻ കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ടുകളിൽ നിന്ന് കുറച്ച് വോട്ടുകൾ ആ പ്രദേശത്ത് തന്നെ വളർന്ന് അവിടെ ബിസിനസ് ചെയ്ത് അവിടുത്തേർക്കെല്ലാം സുപരിചിതനായ ആളിലേക്ക് കുറെ വോട്ടുകൾ ഒഴുകും. അത് ഒഴുകുന്നത് കോൺഗ്രസിന്റെ വോട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കീപ്പ് ചെയ്ത് അത്രയും വോട്ടുകൾ കീപ്പ് ചെയ്താൽ പോലും വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക്. പത്മമാർ, ഇതിനകത്ത് നിരവധി ഘടകങ്ങൾ ഇപ്പോൾ പാലക്കാട് നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞത് തന്നെ ഭരണവിരുദ്ധ വികാരം. 2, രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ വലിയൊരു ഡാമേജ്. ഇത് BJP മുതലെടുക്കും അല്ലേ? CPM-ന് അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ അവർക്ക് യോഗ്യതയില്ല. കാരണം അവരുടെ പക്ഷത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ പോലുള്ള. അപ്പം അത് ഒരു വനിതയ്ക്ക് ആ പ്രശ്നം അവിടെ എടുത്തുയർത്തി കാണിക്കാം. പിന്നെ BJPക്ക് പാലക്കാട് പൊതുവെ BJPയുടെ ഒരു മണ്ണായിട്ട് മാറുകയാണ്. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ്ടും അവിടെ ഭരണം ലഭിക്കുകയുണ്ടായി. പിന്നെ കേരളത്തിൽ ഒന്നടങ്കം BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അതും പാലക്കാട്ട് ഒരു ഘടകമായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ തരത്തിൽ ശോഭയുടെ ഒരു നിയമസഭാ പ്രവേശം പോലും പലരും മുമ്പിൽ കാണുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ജാതി അല്ലെങ്കിൽ മതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളത് ജനകീയ വിരുദ്ധനാക്കണ്ട. കാരണം ഇവിടുത്തെ വോട്ടുകളുടെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. സൈജറിയാൻ അതുപോലെ ഒരു വടി പിടിച്ചതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇതാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കും. കാരണം ഈ പാർട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ്? മതത്തിന്റെ പേരും പറഞ്ഞ് വോട്ടുകൾ പോകുന്നില്ലേ? അത് ശരിയായ രീതിയാണോ പോകുന്നത് എന്നാണ് സൈജറിയാൻ ചോദിച്ചത്. അപ്പൊ പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? അല്ല, നിങ്ങൾക്ക് അത് അറിയണമെന്ന രീതിയിൽ അവിടെ ജയിച്ച ആൾക്കാരുടെ പേരുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്. അത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഈ നമ്മുടെ വോട്ടിന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ജാതി മത സമവാക്യങ്ങൾ കൂടെ പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ഹിന്ദുക്കളുടെ ശതമാനം 68% ഹിന്ദുക്കൾ എന്നാണ്. മുസ്ലിംസ്
മുസ്ലിംസ് 28%, ക്രിസ്ത്യൻസ് 6%. ഈ 28% മുസ്ലിംസിന്റെ വോട്ടുകൾ വളരെ നിർണായകമാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അത് മുസ്ലിം ലീഗിന്റെ ശക്തമായ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും അവർക്ക് ഈ മുസ്ലിംസിനെ കൺവിൻസ് ചെയ്യാൻ കഴിയുകയും ചെയ്താൽ അത് കോൺഗ്രസിലേക്ക് പോവുകയും, അതല്ല മുസ്ലിം ലീഗ് അവിടെ ഇവർ ഈ നിസ്സാരമായ സമയം മാത്രമേ കിട്ടത്തുള്ളൂ. കുഞ്ഞാലിക്കുട്ടിക്കൊന്നും പോയി അവിടെ പ്രസംഗിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അപ്പൊ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഈ സമയക്കുറവ് ചിലപ്പം മുസ്ലിം ലീഗിന് കൃത്യമായ ഒരു പ്രചരണം നടത്താൻ അവിടെ കഴിയാതെ വന്നാൽ അത് LDFിലേക്ക് മുസ്ലിംസിന്റെ വോട്ട് മുസ്ലിം നാമധാരി നിൽക്കുന്നത് കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ശോഭ കുറച്ച് അവിടെ പ്രകടിപ്പിച്ചാൽ അത് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പാലക്കാടിന്റെ ചരിത്രം. എൻ്റെ ഒരു കണക്കൂട്ട്. ഞങ്ങൾ അവിടെ വന്നിരുന്നു, ഒലവക്കോടൊക്കെ വന്നിരുന്നു. അവിടെ വന്ന് നടത്തിയ ഒരു സർവേയിലും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഫീലിംഗ് അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പാലക്കാട് ഈ 68% ഹിന്ദുക്കളില്ലേ, ആ വോട്ട് നല്ല രീതിയിൽ ശോഭാ സുരേന്ദ്രനെ സമാഹരിക്കാൻ പറ്റും. കാരണം ഈ 68% ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പാലക്കാട്ട് ഒരു സവർണ മേധാവിത്വമുണ്ട് ഹൈന്ദവരുടെ ഇടയിലുള്ള, അത് കൽപ്പാത്തി ഭാഗത്തും ഒക്കെയുള്ള അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ വോട്ട് മുഴുവൻ BJPക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ക്രൈസ്തവർ ഒരുപക്ഷെ അവിടെ കുറവായിരിക്കാം. പിന്നെ നമ്മൾ മനസ്സിലാക്കും ഈ തമിഴ് വംശജരും പാലക്കാട് പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ഈ മണ്ഡലത്തിൽ LDFനെയും UDFനെയും ഒരുപോലെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ BJP ആണ് പിന്നീട് സമീപകാലത്ത് ഇതിന് മാറ്റം വരുത്തി അവർ കൂടി രംഗപ്രവേശം ചെയ്തു. അത് ശക്തമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ട് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഞാൻ കാണുന്നത് അതീവ ദുർബലൻ തന്നെയാണ്. എന്താ പിഷാരടി അല്ലേ? പിഷാരടി ഏത് തരത്തിൽ? കൊല്ലത്ത് നമ്മളൊരു ചലച്ചിത്ര നടനെ CPM ഇറക്കിയല്ലോ. എന്തായിരുന്നു ഉണ്ടായത്? വലിയ ദുരന്തമല്ലേ ഉണ്ടായത്? അത് അവർക്ക് തന്നെ വലിയ ദോഷമുണ്ടാക്കി പാർട്ടിക്ക്. 2016 21 മത്സരിച്ചു. 21 വന്നപ്പം ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ ഒരു സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഹാസ്യം ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർക്ക് അദ്ദേഹത്തോട് സ്നേഹമില്ല. ആ സ്നേഹം വോട്ടാക്കി മാറ്റാൻ അല്ല, അതൊന്നും ഞാൻ ചോദിച്ചോട്ടെ. അതാ ഞാൻ ഉടനെ മുകേഷിന്റെ കാര്യം എടുത്തിട്ട്, മുകേഷ് നല്ല നടനല്ലേ, ഹാസ്യമില്ലേ? ഉണ്ട്. പക്ഷേ പിന്നെ ഒരു MLA എന്നുള്ള രീതിയിൽ എന്താ 100% പരാജയം. ഒരു MLA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ മണ്ഡലത്തിനകത്തെ പ്രശ്നങ്ങളിൽ സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. ആ ഇടപെടലില്ലാതെ അവിടെ നിന്ന് ജയിച്ചു പോയിട്ട് പിന്നെയും സിനിമയും കാര്യങ്ങളുമായിട്ട് പോകുന്നു. ആരെങ്കിലും വിളിച്ച് ടെലിഫോണിൽ എന്തെങ്കിലും പരാതി പറഞ്ഞാലോ അവരെ ചീത്ത പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന രീതിയല്ലേ നമ്മൾ കണ്ടത്. CPMന് അവിടെ മുകേഷ് വലിയ ഡാമേജ് ഉണ്ടാക്കി വെച്ചു. അല്ല, ഞാൻ സംഭവിച്ചില്ല. എല്ലാവരും പറഞ്ഞു മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കും, സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞു. സാറിന് അങ്ങനെ തോന്നിയിരുന്നോ? അങ്ങനെ സ്വതന്ത്രനായിട്ടൊന്നും മത്സരിച്ചാലൊന്നും വിജയിക്കത്തില്ല. ഷാഫി പറമ്പിൽ എവിടെ നിൽക്കുന്നത്? അതെ, ഷാഫി പറമ്പില് പിന്നെ ഇപ്പം കോൺഗ്രസ് തന്നെയല്ലേ, ഷാഫി പറമ്പിലല്ലേ കൊണ്ടു നടന്നത് അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടം എഴുതുകാരനാണ്, പത്തനംതിട്ടക്കാരൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പത്തനംതിട്ടയിൽ തന്നെ, പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് നരബലി നടന്നത്, അറിയാമോ? ആ നരബലിയുടെ പിന്നിൽ CPMകാരുടെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ വിഷയം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് രാഹുൽ മാങ്കൂട്ടം തയ്യാറായില്ല, അങ്ങോട്ടേക്ക് ഇറങ്ങി പോലുമില്ല. ഈ ചാനലുകളിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുകയും വാഗ്ധോരണി ഉണ്ടാക്കുകയും ചെയ്തതുകൊണ്ട് അതെല്ലാം വോട്ടായി മാറണമെന്നില്ല. നേരത്തെ ഇപ്പം പത്മകുമാർ പറഞ്ഞ പോലെ ഷാഫി പറമ്പിൽ കൊണ്ടു നടന്നു. അതെ, അപ്പം എന്ത് പറ്റി? എല്ലാ കാര്യങ്ങൾക്കും ആ സഹോദരൻ്റെ മേലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പാലക്കാട് എന്തായാലും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് ഉറപ്പാണ്. CPM ഒന്നും അവിടെ രക്ഷപ്പെടാൻ പോകുന്നുമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ BJPയുടെ ആദ്യത്തെ റിസൾട്ട് വരുമ്പോൾ അത് പാലക്കാട് നിന്നുള്ള റിസൾട്ട് തന്നെയായിരിക്കും BJPക്ക് അനുകൂലമായിട്ട്. അല്ല, ഇപ്പം അതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാരണം അവിടുത്തെ ഒരു രീതി അനുസരിച്ച് BJPയുടെ വളർച്ചകൾ എന്നും മുകളിലോട്ട് തന്നെയാണ് വളർന്നത്. അത് ഞങ്ങൾക്ക് അതിനകത്ത് രാഷ്ട്രീയമില്ല. ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം ഞങ്ങൾ ആധികാരികമായി വോട്ടുകളും അവിടുത്തെ കാര്യങ്ങളും വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഉചിതമായ സ്ഥാനം, പാലക്കാട്ടുകാരോട് പറയാൻ നിങ്ങൾക്ക് ഉചിതമായ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഈ സംഭാഷണങ്ങളെ ഞങ്ങൾക്ക് വിടുക. ഞങ്ങൾ നടത്തുന്ന പ്രഡിക്ഷനാണ്. ഞങ്ങളെ അതിനകത്ത് ഏതെങ്കിലും കൊടിയുടെ അടയാളത്തിന്റെ പേരിൽ, കൊടിയുടെ നിറത്തിന്റെ പേരിൽ കേരള ന്യൂസിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്യും. മറ്റു മണ്ഡലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ബോധ്യപ്പെടും അല്ലേ സാറേ? ഞാൻ സാറിന്റെ ചിലപ്പോൾ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നാലും പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പം അടുത്ത ഒരു മണ്ഡലവുമായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.